പണി കിട്ടും, കുറച്ച് കഴിയുമ്പോൾ നീ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകും, എനിക്ക് പ്രശ്നമാകും. പ്രശ്നമാകും പറഞ്ഞാൽ ശരീരത്തിന് ഭാരം കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ വരും, സംശയമില്ല. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ വെസ്ലിംഗ് ക്യാപ്സൂളും ഷെയ്ക്കും മേടിച്ചു. ഷെയ്ക്ക് വേണ്ടെങ്കിൽ ക്യാപ്സൂൾ മാത്രം മതി പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം മേടിച്ചിട്ട് നടക്കും. 12 മണിക്ക് ശേഷം എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആയിട്ട് നമുക്കൊരു മാസത്തിനുള്ളിൽ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് മാത്രം കഴിച്ചുകൊണ്ടാവില്ല, ഇത് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇളക്കി കളയുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും നിലനിൽക്കാനുള്ള കൊടുക്കണം. അതിനാണ് ഈ ഷേക്ക് കുടിക്കുന്നത്. അത് മാറ്റി വെച്ച് ഞാൻ പണിയാക്കിയാൽ എന്നെ കൊണ്ട് പറയേണ്ടതാണ്. സാധനം മേടിച്ച് വെച്ചിട്ട് 2 പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പറയുക, പ്രൊഡക്റ്റുകൾ പണിയെടുക്കും. പ്രൊഡക്റ്റുകൾ പണിയെടുക്കുക എപ്പോഴാ പണിയെടുക്കുക? അത് കഴിച്ചു തുടങ്ങുമ്പോഴാ. വീട്ടിലെടുത്ത് വെച്ചാലോ മറ്റുള്ളവരോട് പറഞ്ഞത് കൊണ്ടൊന്നും നടക്കില്ല. നമ്മളെന്ത് ചെയ്യണം? അനുഭവസ്ഥനാവണം ഏതൊരു കാര്യം. അതുപോലെ മൂത്തത് മോളാണ്. മാരേജ് കഴിഞ്ഞിട്ട് 3 പേരമക്കളുണ്ട് എനിക്ക്. ഈ 3 പേരമക്കളുടെ ഡെലിവറിക്ക് വേണ്ടി ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയത് മുതൽ ഒരു മരുന്ന് എൻ്റെ കുട്ടി മേടിച്ച് കഴിച്ചിട്ടില്ല. കംപ്ലീറ്റ് ഫോളിക് ആൻഡ് അയൺ കാൽസ്യം ഇത് റെഗുലറായിട്ട് ആ ടൈമിൽ കഴിച്ചിരുന്നു. 3 കുട്ടികളും നോർമലാണ്, ഡെലിവറി ഹെൽത്തി ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പേരമക്കളും കഴിച്ചിട്ടുണ്ട്. ചെറിയ പേരക്കുട്ടി 2 വയസ്സാവുന്നുള്ളൂ. അതുവരെ ഒന്ന് ഈ പറഞ്ഞ ഗമീസ് പറയുന്നത് എത്രയാ? 4 വയസ്സ് അല്ലേ? ശരിയല്ലേ? പക്ഷെ അത് ഞാൻ കൊടുക്കണോ? കുട്ടികളത് കഴിക്കുന്നുണ്ടോ? ഗുണാണ്. പുതിയൊരു സാധനം കൂടുതൽ മക്കൾക്ക് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ ബിസിനസ് കമ്പനി നിർത്തിപ്പോയാലല്ലാതെ പോകില്ല ഈ ബിസിനസ്. ശരിയാണോ? അല്ലേ? അപ്പൊ 22 വർഷമായിട്ട് ഈ കമ്പനി നിലനിൽക്കുന്നുണ്ട്. വരുന്ന 200 വർഷത്തേക്കുള്ള പ്രോജക്റ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കമ്പനി പോകാനുള്ള ചാൻസ് ആയിരിക്കാം നമുക്ക് ഓരോരുത്തർക്കും. ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ അനുഭവസ്ഥരാവില്ല എന്നുള്ളതാണ്. ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. അതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ചെറിയ പൈസ കൊണ്ട് ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല, അല്ലേ? ഒരു 5 സെന്റെങ്കിലും ഭൂമി ഇല്ലാത്ത എത്ര ആളാണ്? വാടക എവിടെയെങ്കിലും 5 സെന്റ് ഉണ്ടല്ലോ, അല്ലേ? അവിടെ 4 ഗ്രോ ബാഗ് വെച്ചിട്ട് എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കി ഓണം ഞാൻ പറയും, ഒന്നും പറയില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുഭവം ഉണ്ടാക്കണം. 2-3 വെണ്ടയ്ക്ക ചെടികളോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ മുളകോ തക്കാളിയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 4 ചെടികൾ ബാഗിൽ വെച്ച് അതിന് നമ്മുടെ വളങ്ങൾ കൊടുത്തിട്ട് ഒരു അനുഭവം ഉണ്ടാക്കിയാൽ എത്ര വലിയ തോട്ടത്തിലും കയറി നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ഈ സാധനങ്ങൾ മാത്രം കൊടുത്തിട്ട് എനിക്ക് ഇന്നമാതിരി വളവ് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, അല്ലേ? ഒരു 4 ചെടി ഒരു വീട്ടിലെ പച്ചക്കറി പുറത്ത് വാങ്ങുന്നത്